ഹായ് ഫ്രണ്ട്സ്, പിങ്ക് ബ്ലൂംസിലേക്ക് സ്വാഗതം. ഇന്ന് ഇത്തരത്തിലുള്ള ഒരു ഫ്ലെയർ ഉള്ള ഒരു കുർത്തി 2.5 മീറ്ററിൽ എങ്ങനെ തുന്നാം, ഒരു ഫ്രോക്ക് മോഡൽ കുർത്തിയാണ് കേട്ടോ തുന്നണത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു തുണിയിലാണ് 2.5 മീറ്റർ കുറവാണ്, 2.5 മീറ്റർ ഇല്ല, അതിലാണ് ഞാൻ ചെയ്യണത്. 44 ഇഞ്ച് വീതിയുള്ള ഒരു തുണിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ നല്ല ഫ്ലെയർ ആയിട്ടുള്ളൊരു തുണിയാണ്, ഒരു കുർത്തിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. വീതിക്കനുസരിച്ച് നന്നായിട്ട് കിട്ടും. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആവശ്യത്തിനുള്ള തുണി മാത്രമേ മുറിച്ചിട്ടുള്ളൂ. 15 ഇഞ്ച് ഇതാ മുറിച്ചെടുത്തു കേട്ടോ. ഇതിൻ്റെ യോക്കിൻ്റെ പോർഷന് വേണ്ടിയിട്ടാണ് 15 ഇഞ്ച് ഞാൻ മുറിച്ച് 4ആയിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. ഫോൾഡഡ് സൈഡ് എൻ്റെ ഭാഗത്തേക്ക് വെച്ചു കേട്ടോ. അപ്പോൾ ഇതിൽ ഷോൾഡർ വരുന്നത് 7 ഇഞ്ചിലാണ് ഞാൻ ഷോൾഡർ എടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം 7 ഇഞ്ച് തന്നെയാണ് ഞാൻ ആം ഹോൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് വരയ്ക്കാം. അതിനുശേഷം ഇതിൻ്റെ നെക്കിൻ്റെ വിട്ട് കൊടുക്കുന്നത് ഞാൻ 3.5 ഇഞ്ചാണ്. ഒരു ചെറിയ നെക്കാണ് കൊടുക്കുന്നത് കേട്ടോ. ഇതൊരു ഫ്രോക്ക് മോഡലല്ല, അപ്പോൾ അതിനനുസരിച്ച് ഒരു ചെറിയൊരു നെക്ക് ഞാനിതിന് കൊടുക്കണല്ലോ കേട്ടോ. ഇതാ ഒരു 3.5 ഇഞ്ചിൽ കണ്ടോ. ബാക്കി നമുക്കൊരു ഷോൾഡർ സ്ലോപ്പ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. ഒരു 1/2 ഇഞ്ചിൽ ഇതുപോലെ ഒരു ഷോൾഡർ സ്ലോപ്പ് കൊടുത്തെടുക്കുക കേട്ടോ. ഒരെടുത്ത് എടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ചെസ്റ്റ് വരുന്നത് 38 ഇഞ്ചാണ്. അപ്പോൾ 9.5, അതിൻ്റെ കൂടെ 0.5 ലൂസിങ് കൂട്ടി 10 ഇഞ്ച്, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ്. അത്രയും തുണി ഞാൻ എടുത്തിട്ടുള്ളൂ. തുണി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ചാൽ അതിന് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ ബാക്ക് ആം ഹോളും പിന്നെ ഫ്രണ്ട് ആം ഹോളും കുഴിച്ചും വരയ്ക്കുക. ഈ തുണിക്ക് ഇങ്ങനെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഞാൻ നന്നായിട്ട് പറഞ്ഞു തരാം. ഇനി നമുക്കിതിൽ വരുന്നത് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 5.5 ഇഞ്ചിലാണ് എടുക്കുന്നത് കേട്ടോ. അതൊരു യു നെക്ക് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ ഒരു ഫ്ലോറൽ ഡിസൈൻ കാരണം കൊണ്ട് നന്നായിട്ട് പറഞ്ഞുതരാം ഞാൻ. പിന്നെ അതുപോലെ ബാക്കിൻ്റെ നെക്ക് വരുന്നത് 5 ഇഞ്ചിലാണ് നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ അതും ഒരു യു നെക്കിലാണ്. ഇത് ക്യാൻവാസിലാണ് ചെയ്യുന്നത് കേട്ടോ. ഫ്രണ്ട് നെക്ക്, ബാക്ക് നെക്ക് വെറുതെ തുണി വെച്ച് മറയ്ക്കണുള്ളൂ. എന്നാലും ഞാൻ കാണാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇനി വേസ്റ്റിൻ്റെ വരുന്നത് 8.75 ഇനി അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് മുകളിൽ കൊടുത്ത പോലെ തന്നെ. എന്നിട്ട് അത് നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കണം കേട്ടോ. ആ 2 ലൈനുകളും ചെസ്റ്റും വേസ്റ്റും തമ്മിൽ കണക്ട് ചെയ്ത് യോക്ക് പോർഷൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെ വരച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മൾ ഇപ്പോൾ കണ്ടില്ലേ, ഒരു 7 ഇഞ്ചാണ് നമ്മുടെ ആം ഹോള് വരുന്നത്. ഞാൻ വീണ്ടും നന്നായിട്ട് പറഞ്ഞു തരാനാണ് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ. അപ്പോൾ 3.5 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത്, പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് നെക്ക് 5.5 ഇഞ്ചിലാണ് ലെങ്ത്ത് വരുന്നത്. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 5 ഇഞ്ചിലാണ്. ഇതിൽ ക്ലാരിറ്റി കുറവായതുകൊണ്ടാണ് കേട്ടോ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. പിന്നെ അതുപോലെ ആം ഹോൾ വരുന്നത് 7 ഇഞ്ചിലാണ്. കണ്ടോ, 7 ഇഞ്ചിലാണ് ആം ഹോൾ വരുന്നത്. അതിനുശേഷം ഞാൻ 1/2 ഇഞ്ച് അതിന് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തു, അതാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ എൻ്റെ ചെസ്റ്റ് 10 എടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ വേസ്റ്റ് വന്നിരിക്കുന്നത് 8.25 ഇഞ്ചിലാണ് ഞാൻ വേസ്റ്റ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാണ് നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഒരു ഇഞ്ചിൽ 3/4 ഇഞ്ചിൽ ഇതേപോലെ ഹൈറ്റിൽ കൊടുത്ത് നമ്മളവിടെ ഒരു എന്താ പറയുക, തൂങ്ങൽ ഒഴിവാക്കാൻ വേണ്ടി ആ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് ചെരിച്ച് വരയ്ക്കണം കേട്ടോ. ഈ ഒരു നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെരിച്ച് വരച്ചെടുക്കുക, തൂങ്ങൽ ഒഴിവാക്കാനാണ്. ഇനി നമുക്ക് ഇതിലേക്ക് പോവാം. ഇതൊരു കണ്ടില്ല, ഒരു പഫായിട്ടുള്ളൊരിതാണ്. ഞാനിത് മുന്നേ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ. കണ്ടോ, 4ആയിട്ട് മടക്കി വെച്ചു. ഒരു 3 ഇഞ്ച് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിടണം കേട്ടോ. പഫ് സ്ലീവ് ആണല്ലോ. അപ്പോൾ എനിക്ക് ആം ഹോളിൻ്റെ ഭാഗം വരുന്നത് 8 ഇഞ്ചാണ് കേട്ടോ. അതെ, ആം ഹോൾ നമുക്ക് അറൗണ്ട് എൻ്റെ പകുതി വരുന്നത് 8 ഇഞ്ച്. അതിൽ നിന്ന് ക്യാപ്പ് ഹൈറ്റ് എടുക്കുന്നത് 3.5 ഇഞ്ചിലാണ് ക്യാപ്പ് ഹൈറ്റ്. ഇത് ഞാൻ റിപ്പീറ്റ് അധികം പറയുന്നില്ല, കാരണം ഇത് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ കണ്ടോ, അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഞാൻ 7.5 ഇഞ്ചിലാണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ 3 ഇഞ്ച് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ടിട്ട് അതിന് താഴെ വേണം നമ്മുടെ ശരിക്കുള്ള അളവുകൾ എടുക്കാൻ വേണ്ടിയിട്ടോ. ആ 3 ഇഞ്ച് നമുക്ക് എന്തിനുള്ളതാണ്, നമുക്ക് പഫിനുള്ളതാണ്. അപ്പോൾ ഇതാ വീണ്ടും നമ്മൾ ആ ഒരു ക്യാപ്പ് ഹൈറ്റിൻ്റെ അവിടേക്ക് എത്തി. ക്യാപ്പ് ഹൈറ്റ് നമുക്ക് അതിൻ്റെ കറക്റ്റ് ലൂസിങ് എനിക്ക് വരുന്നത് 5.5 ഇഞ്ചിലാണ് കേട്ടോ. കറക്റ്റ് ലൂസിങ് നമുക്ക് വരില്ലേ കൈയിൻ്റെ അവിടുത്തെ ആ ലൂസ്, അപ്പോൾ കറക്റ്റ് ഫിറ്റ് 5.5 ഇഞ്ചിലാണ്. അപ്പോൾ ഞാൻ ക്യാപ്പ് ഹൈറ്റിൽ നിന്ന് അതിലേക്ക് ഒരു ലൈൻ വരച്ചു. ഇത് ഫ്ലോറൽ ഡിസൈൻ ആയതുകൊണ്ടേ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു കൈയിൻ്റെ ഷേപ്പ് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഞാൻ മുമ്പ് ഈ വീഡിയോ ഇതുപോലത്തെ സ്ലീവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത്തിരി സ്പീഡായിട്ട് പറഞ്ഞു പോവാണ്. 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തു നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതുകൊണ്ടാണ് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പോൾ ഇതുപോലെ നമ്മൾ പഫൊക്കെ ആക്കിയെടുത്തു. അതിന് ശേഷം ഒരു 3 ഇഞ്ചിൽ നമ്മളൊരു പട്ട വെച്ച് കൊടുക്കുകയാണ്. അത് നമ്മൾ പഫൊക്കെ ആക്കിയെടുത്തിട്ട് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്, ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതുപോലെ ഫ്രണ്ടിലേക്ക് മടക്കി വരും. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം അത്. പിന്നെ നമ്മൾ താഴേക്കുള്ള സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് 33 എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് തുണി മടക്കേണ്ടത് കേട്ടോ. നമ്മൾ ആ തുണി ഇതിൻ്റെ ആ വീതിക്കില്ലേ കണ്ടോ, ഇങ്ങനെ മടക്കിയിട്ട് ഇതുപോലെ മടക്കുക.
4ആയിട്ട് കേട്ടോ, കാരണം മനസ്സിലായില്ലേ, അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്. എന്നിട്ട് നമ്മൾ ഫോൾഡഡ് സൈഡ് താഴേക്ക് വെച്ചിട്ട് ഓപ്പൺ ആയിട്ടുള്ള സൈഡിൽ 4ആയിട്ടുള്ള ആ ഭാഗത്താണ് നമ്മൾ അടയാളപ്പെടുത്താൻ പോണത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള നീളം നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇതിൽ 33 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 4ആയിട്ട് മടക്കി വെച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ വേസ്റ്റ് എത്രയാണോ ആ വേസ്റ്റിൻ്റെ 4-1 ഭാഗം എടുക്കുക. അപ്പോൾ എനിക്ക് വേസ്റ്റ് വരുന്നത് 8.75 കണ്ടോ. നേരത്തെ പറഞ്ഞില്ല, വേസ്റ്റിൻ്റെ കറക്റ്റ് ഫിറ്റ് എനിക്ക് വരുന്നത് 8.75 കണ്ടോ. അപ്പോൾ നമ്മൾ എത്രയാണോ അളവ് എടുക്കുക അതിൻ്റെ കൂടെ 1 ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ടുണ്ടല്ലോ. 1.5 ഇഞ്ച്, നമ്മൾ അവിടെ 1.5 ഇഞ്ചാണല്ലോ സീം അലവൻസ് കൊടുത്തിരിക്കുന്നത്, അതേ 1.5 ഇഞ്ച് തന്നെ ഇവിടെ കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതാകണ്ട ഒരു 3 ഇഞ്ചിൽ കണ്ടോ, ഒരു 3.25 ഇഞ്ചിൽ ഞാനൊരു ഹൈറ്റിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് എടുത്തു കേട്ടോ. 3.25 ഇഞ്ച് ഇറക്കെടുത്തു. അതിൽ നിന്ന് ആ ഒരു ലൈനിൽ നിന്ന് കണ്ടോ 3.25 ഇഞ്ച് കേട്ടോ. അതിൽ നിന്ന് നമ്മൾ ഈ 8.75 വരച്ച ഒരു ഇഞ്ച് സീം അലവൻസ് കൊടുത്തില്ലേ ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരയ്ക്കാം കേട്ടോ. ഇതുപോലെ നിങ്ങൾക്കത് മനസ്സിലാവും. അതെ, ഇതുപോലെ ചെരിച്ച് വരച്ച് കൊടുക്കുക കണ്ടോ. നമുക്കവിടെ കട്ട് ചെയ്ത് അത് നമ്മൾ അളന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ 8.75 അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് സീം അലവൻസ് വരുന്ന തരത്തിൽ നമുക്ക് കിട്ടണം കണ്ടോ. അത് ഞാൻ അളന്ന് നോക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ അളവ് കിട്ടുന്നുണ്ട്. ആ ഒരു അളവിൽ മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. കൂടുതലായി കഴിഞ്ഞാൽ ശരിയാവില്ല. അത് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റി വരയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് ശേഷം ആ ലൈനൊന്ന് ശരിക്ക് വരച്ചിട്ടു കേട്ടോ. നമ്മളത് പറഞ്ഞ ലൈൻ കണ്ടോ. അതിനുശേഷം ഞാൻ ചെയ്തത് ഒരു 1/2 ഇഞ്ചിൽ ഞാൻ അതിൻ്റെ സീം അലവൻസ് പോലെ മുകളിലേക്ക് വരച്ചിട്ടു കേട്ടോ. കണ്ടോ, മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് കയറ്റി വെട്ടണം. താഴത്തേക്ക് വെട്ടുമ്പോൾ ഒന്ന് വലിഞ്ഞു പോകും. അപ്പോൾ 1/2 ഇഞ്ച് മുകളിലേക്ക് വരച്ചിടണം നിങ്ങൾ. ആ ഒരു ലൈനിൽ മാത്രമേ നമ്മൾ വെട്ടാൻ പാടുള്ളൂ. ആ ഒരു ലൈൻ നമുക്ക് നമ്മുടെ കറക്റ്റ് അളവുണ്ടോ നോക്കണം. ആ കറക്റ്റ് അളവ് ഉണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം കണ്ടോ. 1/2 ഇഞ്ച് ഞാൻ മുകളിലേക്ക് വരച്ചിട്ടുണ്ട്. അത് ഇത് കാണാത്ത കാരണം കൊണ്ടാണ് കേട്ടോ. ഈ ഒരു ക്ലോത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ലെങ്ത്ത് നോക്കണത് ഇങ്ങനെയാണ്. 33 ഇഞ്ച് ഉണ്ട്. ഓരോരുത്തരുടെ ഇറക്കത്തിനനുസരിച്ച് അളവ് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ആ ലൈനിൽ അവിടെ നിന്ന് വെച്ച് കൊടുക്കുക. ഒരു അംബ്രല്ല പോലെ തന്നെ. ഇത് നല്ല വീതിയുള്ള തുണിയാണെങ്കിൽ നല്ല 2.5 മീറ്ററിലൊക്കെ നല്ല ഫ്ലെയർ ആയിട്ട് കിട്ടും. എൻ്റെ ഇത്തിരി വീതി കുറഞ്ഞതുകൊണ്ടാണ് കുറച്ച് ഫ്ലെയർ കുറവ്. ഇതുപോലെ നമ്മൾ അത് കുറേശ്ശെ വെച്ച് ഇങ്ങനെ അറ്റം വരെ നമുക്ക് എവിടെയാണോ കിട്ടുക 33 ഇഞ്ച് കിട്ടുക അവിടെ വരെ നമ്മൾ 33 ഇഞ്ച് നമ്മുടെ ആ മുകളിൽ നിന്ന് നമ്മൾ അളവെടുത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ മുകളിൽ നിന്ന് അറ്റത്ത് നിന്ന് നമ്മൾ ഇതുപോലെ അളവെടുത്തിട്ട് കൊണ്ടുവരികയാണ്. നമുക്ക് എവിടെയാണോ നിൽക്കുന്നത് ആ 33 ഇഞ്ചിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് അടയാളപ്പെടുത്താം. ഇത് കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തുക. അത്രയും നമുക്ക് കിട്ടുള്ളൂ. ഈ തുണിയിൽ അത്രയും കിട്ടുള്ളൂ. വീതിയുള്ള തുണിയിൽ കുറച്ചുകൂടെ കിട്ടും. ഇത്തിരി വീതിയിൽ തന്നെ കിട്ടും കേട്ടോ കണ്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുക കണ്ടോ. എന്നിട്ട് നമ്മൾ ആ പറഞ്ഞ 1/2 ഇഞ്ച് കയറ്റിയിട്ടാണ് വെട്ടേണ്ടത് കേട്ടോ. ഞാൻ പറഞ്ഞ സൈഡിൽ കണ്ടില്ലേ ഞാൻ കാണിക്കണത് 1/2 ഇഞ്ച് കയറ്റി വെട്ടണം. ഇത് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഇതുപോലെ ഓരോ പാർട്സും അതിനെ കട്ട് ചെയ്ത് ഇതുപോലെ കിട്ടി നമുക്ക് എന്നിട്ട് നമ്മൾ ആ ഒരു യോക്ക് പോർഷനായിട്ട് വെച്ച് നോക്കുക. അപ്പോൾ ഒത്തു നോക്കുമ്പോൾ നമ്മുടെ കറക്റ്റ് വരിക. എന്നിട്ട് നമ്മൾ കണ്ടില്ലേ. ഇനി അതിൻ്റെ യോക്ക് പോർഷൻ്റെ ഫ്രണ്ട് പാർട്ട് എടുത്തു. ഞാനത് ക്യാൻവാസ് ചെയ്തുകൊണ്ടൊന്ന് സെൻറ്റർ പാർട്ടിൽ വെച്ചു. നമുക്കറിയാമല്ലോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യില്ല. അതുപോലെ വരച്ചിട്ട് നമ്മൾ തയ്ച്ച് മറച്ചിടാം കേട്ടോ. കട്ട് ചെയ്ത് മറച്ചിട്ട് ക്യാൻവാസ് ശരിയാക്കാം. അതുപോലെ ബാക്ക് പാർട്ടിന് ഞാനൊരു ബയാസ് ടൈപ്പാണ് വെക്കുന്നത് കേട്ടോ. ക്രോസ് പീസാണ് വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാനിതുപോലെ വെച്ചിട്ട് അത് മറച്ചെടുക്കുകയാണ്. അതെല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ടാണ് പറയാത്തത് കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് കൊണ്ടുവന്ന് 2 ഭാഗങ്ങളും അതുപോലെ ജോയിൻ ചെയ്ത് കൊണ്ടുവന്നു. ഇനി നമ്മുടെ യോക്ക് പോർഷൻ്റെ സെൻറ്റർ പാർട്ട് ഞാൻ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സ്കേർട്ട് പാർട്ടിൻ്റെയും സെൻറ്റർ പാർട്ട് നമ്മളിതുപോലെ അടയാളപ്പെടുത്തി വയ്ക്കുക. അത് 2 സ്കേർട്ട് പാർട്ടിൻ്റെയും യോക്ക് പോർഷൻ്റെയും ഒരേ പാർട്ട് സെൻറ്റർ പാർട്ട് വെച്ച് നമ്മൾ ഒരുപോലെ വെച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തയ്ച്ചെടുക്കുക കണ്ടോ. അപ്പോൾ കറക്റ്റാണ് നമ്മുടെ ഇത് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ 2 പാർട്ടും തയ്ച്ചെടുത്ത് കൊണ്ടുവന്നു. ഇതുപോലെ തയ്ച്ചെടുത്ത് കൊണ്ടുവന്നു. ഇനി നമുക്കത് ഷേപ്പ് ചെയ്യാം. നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ 1.5 ഇഞ്ച് സീം അലവൻസ്. അപ്പോൾ അതിലൂടെ തയ്ച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളതിൻ്റെ കണ്ടില്ലേ, അതിന് ശേഷം നമ്മളതിൻ്റെ സ്ലീവ് വെച്ച് കൊടുക്കുക കണ്ടോ. സ്ലീവ് ഇതുപോലെയൊക്കെ ഞാൻ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. സാധാരണ പോലെ വെച്ച് കൊടുത്തു കേട്ടോ. എല്ലാ ഭാഗങ്ങളും തയ്ച്ചു കൊണ്ടുവന്നു. അപ്പോൾ നല്ല ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ. താഴെ ഞാനൊരു ചെറിയൊരു ലേസിൻ്റെ വെച്ച് കൊടുത്തിട്ടാണ്, ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താണ് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നല്ല അത്യാവശ്യം നന്നായിട്ട് ഫ്ലെയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഫ്ലെയർ ആയിട്ട് കിട്ടും ഇങ്ങനത്തെ തുണിയിലൊക്കെ. അപ്പോൾ ഇത്തിരി വീതിയുള്ള തുണിയാണെങ്കിൽ കുറച്ചുകൂടെ കിട്ടും. അപ്പം നമുക്ക് 2.5 മീറ്റർ നമുക്ക് ഇതേപോലത്തെ ഒരു ഫ്ലെയർ ആയിട്ടുള്ളൊരു കുർത്തി നമുക്ക് തയ്ക്കാൻ പറ്റുമെന്നാണ് പറയണത്. അപ്പോൾ എല്ലാവരും തയ്ച്ചു നോക്കിയോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും, തയ്ച്ചു നോക്കുക. ഇതാണ്. അപ്പോൾ ഈ തയ്ച്ചത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.